ദൂരെ നിന്ന് കണ്ടിരുന്ന അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളുടെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നടത്തം സൂക്ക് മുബാറക്കിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് സൂക്ക് മുബാറക്ക്. നമ്മൾ നേരത്തെ ഷാമിയയിൽ നിന്ന് കണ്ടിരുന്ന ലിബറേഷൻ ടവർ നമ്മുടെ തൊട്ടടുത്ത് കാണുകയാണ്. ഈ ലിബറേഷൻ ടവറിന് കുവൈറ്റിൻ്റെ ചരിത്രത്തിലേക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കുവൈറ്റിൻ്റെ നിരത്തുകളിൽ ഓടുന്നതാണ് സിറ്റി ബസ്, മൊവാസാത്ത്, KPTC. ഇവിടെ കുവൈറ്റിൻ്റെ ഏത് ഭാഗത്ത് പോകാനാണെങ്കിലും 250 ഫിൽസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ സൂക്ക് മുബാറക്കിൻ്റെ പുറത്തുവശത്താണ് നിൽക്കുന്നത്. ലിബറേഷൻ ടവറാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ലിബറേഷൻ ടവറാണ്. ഇവിടെ വരുന്നവർക്ക് ടൗൺ കാഴ്ചയും കണ്ട് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒട്ടുമിക്ക പേരും ഇവിടെ ഫോട്ടോസും റീൽസും എടുപ്പുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൂക്കിൽ മുബാറക്കിനകത്തോട്ട് പോയാലോ? ഏറ്റവും പഴക്കമുള്ള സൂക്കുകളിലൊന്നാണ് സൂക്കുൽ മുബാറക്ക്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടുന്നതാണ്. എല്ലാം നല്ല രീതിയിൽ സൂക്ക് മുബാറക്കിൻ്റെ ഇരു സൈഡുകളിൽ നല്ല തിരക്കുകളാണ്. ഇവിടെ അല്പം കൂടെ കഴിയും തോറും ഇവിടെ തിരക്ക് വർദ്ധിച്ചു വരുത്തതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടുന്നതാണ്. ഫുട്പാത്തിൻ്റെ വായിക്കില്ല, ഒറിജിനൽ ഫുട്പാത്ത് നമ്മളെ കാല് കടവും. ഇതാണ് സൂക്ക് മുബാറക്കിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അതൊരു പ്രത്യേക വൈബ് തന്നെയാണത്. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് റോഡിൻ്റെ ഫുഡ് കഴിക്കുന്നത് ഹോട്ടലിൽ നിന്നാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഷൗക്കത്ത് തമാശയെ പറഞ്ഞെങ്കിലും അതിലുമുണ്ടൊരു കാര്യം. ഇത്രയും ബഹളത്തിനും തിരക്കിനും ഇടയിൽ ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗൾഫ് കപ്പ് നടക്കുന്നത് കൊണ്ട് GCC രാജ്യങ്ങളിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെയുണ്ട്. സൂക്ക് മുബാറക്കിൻ്റെ സെൻട്രൽ ഭാഗമാണിത്. പഴമയെ ഉണർത്തും തരത്തിൽ ചിത്രങ്ങളും വരച്ച് പഴയകാല സാധനങ്ങൾ കൊണ്ട്, ഇരുമ്പ്, ചെമ്പ്, പിത്തള കൊണ്ട് കലാരൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതിൽ തുടരുതെന്നും ഇത് നിരീക്ഷിക്കാനായി നിരവധി ക്യാമറകളും വെച്ചിട്ടുണ്ട്. ചുറ്റി ചെറുതും വലുതുമായി ഒരുപാട് ഷോപ്പുകളുണ്ട്. തുണിത്തരങ്ങൾ, മത്സ്യം, മാംസം, പച്ചക്കറികൾ, ഊത്, പെർഫ്യൂംസുകൾ, അത്തറുകൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒട്ടനവധി റെസ്റ്റോറൻറ്റ് ഏരിയകളും സ്വർണ്ണക്കടകളും കുട്ടികൾക്കായി കളിക്കാൻ പ്ലേ ഗ്രൗണ്ടും വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൂക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. ഗൾഫ് കപ്പ് നടക്കുന്നത് കൊണ്ട് രാത്രിയിൽ നല്ല വൈബായിരിക്കും. ബാക്കി കാഴ്ചകൾ അന്നേരം പകർത്താമെന്നും കരുതി ഞങ്ങൾ പുറത്തേക്കിറങ്ങി.